എന്തുവാ ഇത് ആരിഫ് ബ്രോ? എല്ലാത്തിനും ഒരു പരിധിയില്ലേ? എന്താ പറയോ, ഞാനും ആരിഫ് ബ്രോ എപ്പോഴും കണ്ട ഫൈറ്റാണ്. ഞങ്ങള് TV ചാനലുകളിലടക്കം അതിശക്തമായ രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നവരാണ്. ആരിഫ് ഹുസൈൻ പരിശുദ്ധമായ ഇസ്ലാം മതത്തെ ഏറ്റവും മോശകരമായ രീതിയിലാണ് പറയുന്നത്. ഇസ്ലാമിന്റെ, മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം കത്തിക്കണമെന്നടക്കം TV ചാനൽ എന്ന് പറഞ്ഞതിന് ഞാൻ ചൂടായി എതിർക്കുകയും ഞാൻ TV ചാനൽ വിളിച്ച് പ്രതിഷേധം പറയുകയും ചെയ്യുകയാണ്. കാരണം പരിശുദ്ധ ഖുറാനും വിശുദ്ധ ബൈബിളും പവിത്രമായ ഭഗവത്ഗീതയും ഒന്നും ഏതെങ്കിലും രീതിയിൽ നശിപ്പിക്കണം എന്ന് പറയുന്നത് യോജിക്കാൻ പോലും പറ്റില്ല. എനിക്ക് ഇത് പറഞ്ഞു വരുമ്പോൾ പോലും ആ രണ്ട് വാക്കുകൾ കത്തിക്കുക എന്നുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥത്തോട് പറയാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ഇസ്ലാമിനെ കുറ്റം പറയുകയും മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നതിന് തീവ്ര വലതുപക്ഷക്കാർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആരിഫ് ഹുസൈൻ. അദ്ദേഹത്തോട് യോജിക്കാത്തവരെ എല്ലാം ജിഹാദികളെന്നും അല്ലെങ്കിൽ ജിഹാദികളുടെ ആൾക്കാരെന്നും ഒക്കെ പറയുന്നതാണ്. അതൊക്കെ പറഞ്ഞോളൂ. പക്ഷേ യഥാർത്ഥത്തിൽ സ്വന്തം അമ്മ മരിക്കുമ്പോൾ, സ്വന്തം ഉമ്മ മരിക്കുമ്പോൾ ജിഹാദി ഉമ്മ മരിച്ചു എന്നൊക്കെയാണോ പറയേണ്ടത്? പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ആത്മഹത്യയും മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരുടെ വേദനയൊക്കെ കാണുന്നൊരു വ്യക്തിയാണ്. നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ മതം വേറെ വേറെ ആകാം. മതം എന്ന് പറഞ്ഞ അഭിപ്രായം, അത്രയേ ഉള്ളൂ. എൻ്റെ മതം നിന്റെ മതം, അതായത് എനിക്ക് എൻ്റെ അഭിപ്രായം, നിനക്ക് നിന്റെ അഭിപ്രായം എന്ന് മാത്രമേ ഉള്ളൂ. ആരിഫായിക്ക് ഒരു മതമുണ്ട്. അത് ഈ യുക്തിവാദത്തിന്റെയും എസൻസിന്റെയും രവീന്ദ്രൻ സാറിന്റെയും ഒക്കെ ലൈനാണ്. അതിനെ ബഹുമാനിക്കുന്നു, യോജിക്കുന്നൊന്നുമില്ല, ബഹുമാനിക്കുന്നു. പക്ഷേ ബാക്കിയുള്ള മതങ്ങളെ അടച്ചാക്ഷേപിക്കുകയും സ്വന്തം ഉമ്മയെ പോലും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതിന് എന്ത് നന്മയുള്ളത്? ആരിഫിന്റെ മനസ്സിൽ വേദന കാണാം. ഒരു പക്ഷേ ഉമ്മയുമായിട്ടുള്ള ബന്ധം മാറി. ഇതിന് അങ്ങനെ തന്നെ വേണം. ഉമ്മയ്ക്കും തിരിച്ച് അതേപോലെ വേണം. ഏതെങ്കിലും ഒരു സമയത്ത് ഉമ്മയും ആരിഫും ഒരു സമവായം ഉണ്ടാക്കേണ്ടതായിരുന്നു. ഉമ്മയ്ക്ക് ഉമ്മയുടെ വിശ്വാസം, ആരിഫിന് ആരിഫിന്റെ വിശ്വാസം എന്ന് പറഞ്ഞു. പക്ഷേ ഉമ്മ മരിക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം ആരിഫ് എഴുതിയാണെന്ന് വിശ്വസിച്ചില്ല. ആരിഫിനെ മനഃപൂർവ്വം മോശമാക്കാൻ ഏതെങ്കിലും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാക്കിയതാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നീട് ആരിഫിന്റെ തന്നെ യൂട്യൂബിൽ പോയി കയറുമ്പോഴാണ് ഞാനിത് കാണുന്നത്. ഉമ്മ മരിച്ചു, ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തെള്ളി പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് പോയി. ആദരാഞ്ജലികൾ. എന്ത് തരം ഭ്രാന്താണ്? താങ്കൾക്കും മതഭ്രാന്ത് തന്നെയാണ്, യാതൊരു വ്യത്യാസവും. അതായത് താങ്കളുടെ മതം യുക്തിവാദവും നിരീശ്വരവാദവും ഇസ്ലാമോഫോബിയയും മുസ്ലിം വിരോധവും ഇസ്ലാം വിരോധവുമാണ്. ആ മതഭ്രാന്ത് മൂത്ത് ആ വിശ്വാസത്തിന്റെ പാതയിൽ നിൽക്കുന്ന സ്വന്തം ഉമ്മയെ വരെ ഇങ്ങനെ പറയുന്നത് കഷ്ടമല്ലേ? നമുക്കെല്ലാം വ്യത്യസ്ത അഭിപ്രായം കാണും. ഞാനും എൻ്റെ അമ്മയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം കാണും. ഞാനും ഭാര്യയും സഹോദരിയും അച്ഛനും അമ്മയും അതിന്റെ പേര് ചിലപ്പോൾ നമ്മൾ ഉടക്കും. ഇതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ വ്യക്തിബന്ധങ്ങളും രക്തബന്ധങ്ങളും ജനറ്റിക് റിലേഷൻഷിപ്പും ഒക്കെ ഈ രീതിയിൽ അധിക്ഷേപാർഹമായി തള്ളി പറയുന്നത് ശരിയാണ്. എന്നിട്ട് അവിടെയാണ് നമ്മളെല്ലാം. എന്നിട്ട് ആരിഫിന്, അതായത് ആരിഫ് ഹുസൈന്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ സാറൊക്കെയാണ് നമ്മുടെ ഒരു സംഘടിത രൂപ യുക്തിവാദ പ്രസ്ഥാനങ്ങൾക്ക് കൊണ്ടുവന്നത്. അതിനെ കുറെ കൂടെ ജെൻസി വൈബിലേക്ക് കൊണ്ടുവരാൻ ആരിഫ് ഹുസൈൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഡ്രസ്സിങ്, ചോയ്സ് ഓഫ് സൺഗ്ലാസ്, യൂസ് ഓഫ് വേർഡ്സ്, പ്രസന്റേഷൻ നിലപാടുകളോട് പൂർണ്ണമായും വിയോജിക്കുന്നു. എന്നാൽ അതിനൊരു ജെൻസി വൈബ് കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ ഒരുപക്ഷെ എല്ലാവരും അദ്ദേഹത്തിന്റെ സംഭാവന ഓർത്തിരിക്കും. പക്ഷേ അത് ഒരുതരം എക്സ്ട്രീമിലേക്കാകരുത്. ഇതും ഒരുതരം മതഭ്രാന്താണ്. ഇസ്ലാം വിരോധം മൂത്ത മതഭ്രാന്ത്. തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട്, തീവ്ര ഹിന്ദുത്വവാദികളുണ്ട്, തീവ്ര ക്രിസ്ത്യൻ മതപരിവർത്തനവാദികളുണ്ട്, അതേപോലെ തീവ്ര നിരീശ്വരവാദികളുമുണ്ട്. ഇത് നിരീശ്വരവാദ തീവ്രവാദമാണ്, അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ മൂത്ത് മുസ്ലിം വിരോധം മൂത്തുള്ളതാണ്. ഹൂറന്മാർക്ക് വേണ്ടി മകനെ തെള്ളിപ്പറഞ്ഞ ജിഹാദി ഉമ്മയെന്ന് എന്തൊക്കെയാ പറയണേ? അതായത് ആ അമ്മ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ അമ്മച്ചി അമ്മ വളർന്നു വരുന്നൊരു വിശ്വാസം കാണും. ചിലപ്പോൾ ഹിന്ദു ആയിരിക്കും, മുസ്ലിം ആയിരിക്കും, ക്രിസ്ത്യാനി ആയിരിക്കും. അപ്പൊ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ചെറിയ പ്രായം തൊട്ടേ അവരെ കേട്ടു വന്ന അവരുടെ വിശ്വാസ സംവിധാനത്തെ നിങ്ങൾ ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോഴും അപമാനിക്കുമ്പോഴും അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ടാകും, വിഷമം വന്നിട്ടുണ്ടാകും, ചിലപ്പോൾ എന്തെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾക്ക് ക്ഷമിച്ചൂടെ? നിങ്ങളുടെ അമ്മയെ നിങ്ങളോട് ക്ഷമിക്കണമായിരുന്നു. ഇനി പോട്ടെ, അവൻ ചെറുപ്പക്കാരനല്ലേ, അവൻ യങ് പയ്യനല്ലേ, അവന്റെ ഒരു വിപ്ലവ അല്ലെങ്കിൽ അവന്റെ ഒരു എന്താ പറയണേ രക്തത്തിളപ്പിൽ പറയുന്നതാണ് എന്നൊക്കെ വിചാരിച്ച ക്ഷമിക്കായിരുന്നില്ലേ? ഇത് ഒരു കാരണവശാലും അങ്ങ് ന്യായീകരിക്കാൻ പറ്റാത്തതാണ്. ഇത് പറയരുത്. അതൊന്നും പറയരുത്. ഈ ഹൂറന്മാർക്ക് വേണ്ടി തള്ളി പറഞ്ഞു എന്നൊക്കെ പറയുന്നതേ വളരെ മോശമാണ്. ഒരു കാരണവശാലും അത് ചെയ്യരുതായിരുന്നു. ഈ ഉമ്മയ്ക്ക് വലുത് മതവിശ്വാസമായിരുന്നു, താങ്കൾക്കും വലുത് അത് തന്നെയാണ്. ആരിഫിനും വലുത് ആരിഫിന്റെ മതവിശ്വാസമാണ്, ആരിഫിന്റെ യുക്തിവാദവും നിരീശ്വരവാദവുമാണ് ആരിഫിനും വലുത്. അപ്പൊ അവിടെയാണ് നമുക്ക് വ്യത്യസ്ത വിശ്വാസധാരകൾ ഉണ്ടാകാം. പക്ഷേ എന്താ പറയണേ, ഒരു സെൻസ് ഓഫ് ബാലൻസ് ഈ വിഷയത്തിൽ ഉണ്ടാകണ്ടേ? താങ്കളെ പോലെ യുക്തിവാദികൾ വളരെ എന്താ പറയണേ ഒരു ലുക്ക് അപ്പോൺ ചെയ്യുന്നൊരു വ്യക്തി ഈ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യരുത്. എനിക്ക് അത് ആദ്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചാ. പിന്നെ ആരിഫ് ബ്രോയെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ എത്രയോ പ്രാവശ്യം തർക്കിക്കുകയും ഞങ്ങളൊന്നും ഒരു കാര്യത്തിന് യോജിപ്പില്ല. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ചില കാര്യങ്ങളിൽ ചില മിതത്വവും കാര്യങ്ങളും കൊണ്ട് വേണം.
മരണം കൊണ്ട് മാത്രം തകർന്നടിഞ്ഞ ഒരു ബന്ധം പെട്ടെന്ന് വിശുദ്ധമാകില്ല. വിശുദ്ധമൊന്നും ആക്കണ്ട, അശുദ്ധമാക്കാതിരുന്നൂടെ? ഭയങ്കര കഷ്ടമായിരുന്നു. ഞാൻ ആരിഫിന്റെ വായിക്കാം. ഉമ്മ അറിയാൻ ഏതൊരു ആൾക്കൂട്ടത്തിലും എന്നെ കാണുന്ന നേരം ആഹാ നീ വന്നോ എന്ന് ചോദിച്ച് എന്നെ നോക്കി ചിരിച്ചിരുന്ന ആ ചിരി, അതൊന്ന് കാണാൻ വേണ്ടി പലതവണ ഞാൻ ഉമ്മയ്ക്ക് മുന്നിൽ എത്തിയിരുന്നു. പക്ഷേ കുറച്ചു കാലമായി എനിക്കത് കാണാൻ സാധിച്ചില്ല. ഉമ്മ കൂടി അത് മനസ്സിലാക്കണമായിരുന്നു, സംശയമൊന്നുമില്ല. അതായത് നിരീശ്വരവാദ ലൈനിലേക്ക് പോയി, ചിലപ്പോൾ അവന്റെ വാക്കുകൾ കുറച്ച് മൂർച്ചയുണ്ടാവും, വിട്ടുകളയാം എന്ന് വിചാരിക്കായിരുന്നു. അത് ഒരു പക്ഷെ ഉമ്മയുടെ എന്താ പറയണേ, ഉമ്മയുടെ വിശ്വാസവും ഉമ്മയുടെ വികാരവും ഒക്കെ കൊണ്ടായിരിക്കും. അത് ഇഗ്നോർ ചെയ്യാൻ താങ്കൾക്കും പറ്റണമായിരുന്നല്ലോ. എന്റെ ബോധ്യങ്ങൾക്കനുസരിച്ച് ഞാൻ ചിലത് തിരുത്തിയത് താങ്കളുടെ മാത്രം ബോധ്യങ്ങളല്ലേ? അത് ഉമ്മയും തിരുത്തണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റൂ? അത് ഉമ്മയോടും ലോകത്തോടും തുറന്നു പറഞ്ഞു എന്ന് മാത്രമായിരുന്നു അതിന് കാരണം. തുറന്നു പറയുന്നത് ഇങ്ങനെയാണല്ലോ, പേപ്പട്ടി എന്ന വാക്കും മറ്റും വിളിച്ചിട്ടാണല്ലോ ആൾക്കാർ തുറന്നു പറയുന്നത്. അപ്പൊ അതൊന്നുമല്ല, ഉമ്മയുടെ വിശ്വാസത്തെ അധിക്ഷേപിച്ചു. ഉമ്മയ്ക്ക് വേദനയും വിഷമവും വന്നു കാണും. അടുത്ത തവണ വരുമ്പോൾ ആ ചിരി കാണാവുന്ന ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നു. ചിലപ്പം ആരിഫ് ഭായ് വിഷമത്തിലായിരിക്കും പറയുന്നത്, പക്ഷെ അങ്ങനെയല്ല ഈ വിഷയം ഡീൽ ചെയ്യേണ്ടത്. എന്നാൽ ആ പ്രതീക്ഷ ഇനി അസ്ഥാനത്താണ്. ഉമ്മ എന്നെ വിട്ടുപോയല്ലോ, അതിന് വിഷമമുണ്ട്. ആരിഫ് ഭായിയോട് എന്താ കണ്ടോളൻസസ്. ആരിഫ് ഭായിയുടെ എന്താ പറയുക, വിഷമത്തിൽ പങ്കുചേരുന്നു. ഉമ്മയുടെ ആ ധൈര്യവും ശബ്ദവും മുഖസാദൃശ്യവും തൻ്റെ ഇടവും ബുദ്ധിയെല്ലാം എന്നിൽ ബാക്കിയായിട്ട് ഉമ്മ പോയി. ഉമ്മയുടെ ആരിഫ് ഭായിയുടെ വേദനയാണ്, ആ വേദനയിൽ തീർച്ചയായിട്ടും പങ്കുചേരുന്നു. നമ്മുടെ അമ്മയും ഉമ്മയും അമ്മച്ചിയും ഒക്കെ മരിക്കുമ്പോഴാണ് ഇതിന്റെ വേദനയാകുന്നത്. ശരി, എന്തായാലും എനിക്കത് വായിച്ചിട്ടേ വിഷമമാവുന്നു. മരിക്കുന്നതിന് മുമ്പ് ആരിഫ് എഴുതുന്നതിന്റെ ആ വിഷമം അതാണ്. മരിക്കുന്നതിന് മുമ്പ് ഈ വിളിച്ചു കൂവുന്നവരിൽ, അതായത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളിൽ ഏതെങ്കിലും ഒരുവൻ നിന്നെ ഉമ്മ കാണണം എന്ന് പറഞ്ഞു, ഒന്ന് അവിടെ വരെ ചെല്ലു, എന്തൊക്കെയായാലും മകനല്ലേ, നീ അങ്ങോട്ടൊന്ന് ചെല്ല് എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ എത്രമാത്രം ആശിച്ചിരുന്നു എന്ന് ഉമ്മയ്ക്ക് അറിയാമോ? ആ ഉമ്മ അറിയേണ്ടതായിരുന്നു. അവിടെയാണ് മുസ്ലിം സഹോദരങ്ങളോട് പലപ്പോഴും പറയുന്നത്. ഞാൻ ആരിഫിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ മുസ്ലിം സഹോദരങ്ങളോട് 41:34 കോട്ട് ചെയ്ത്, അതായത് പരിശുദ്ധ ഖുറാനിലെ നെഗറ്റിവിറ്റിയെ പോസിറ്റിവിറ്റി കൊണ്ട് നേരിടണം എന്ന് പറയുന്ന കാര്യം കോട്ട് ചെയ്തുകൊണ്ട് ആരിഫിനാകട്ടെ, ലിയാഖത്തലിക്കാകട്ടെ, ജബ്ബാർ മാഷിനാകട്ടെ, ഇസ്ലാം മതം വിട്ടുപോകുന്ന അല്ലെങ്കിൽ എന്താ പറയണേ, ഇന്ന് ഒരു തീവ്ര ഇസ്ലാമോഫോബിയയുടെ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരോടടക്കം അവർ സൗമ്യത്തോടെ പെരുമാറണം, അല്ലെങ്കിൽ അവരെയും വിശ്വാസത്തിലെടുക്കാൻ നോക്കണം. ഇസ്ലാം മതം ലോകത്ത് 150 കോടിയിലധികം ആൾക്കാർ വിശ്വസിക്കുന്നതാണ്. കുറച്ച് എക്സ് മുസ്ലിംസ് പോയി എന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോണില്ല. അതുകൊണ്ട് അവരെയും കൂടി വിശ്വാസത്തിലെടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഉമ്മ അവനെ പ്രസവിച്ച ഗർഭപാത്രം മുറിച്ചു കളയാൻ തോന്നി എന്നൊക്കെ ശപിക്കുന്നതാണെന്നുള്ളതാണ്. ചിലപ്പോൾ ഉമ്മ വിഷമത്തിൽ പറഞ്ഞായിരിക്കും. ആരിഫായത് ക്ഷമിക്കണം, അതുകൊണ്ട് വിട്ടുകളയണം. ആളുകൾ ആശ്വസിപ്പിക്കാൻ വിളിക്കുന്നുണ്ട്. ഞാൻ ഓക്കെ ആണോ എന്നും ചോദിക്കുന്നുണ്ട്. അതിന് വലിയ മറുപടി ഒന്നും പറയുന്നില്ല. ഓക്കെ ആണെന്ന് ഞാൻ പറയാതെ തന്നെ അവർക്ക് മനസ്സിലാവണമെന്ന് തോന്നുന്നു. ഭായി ഓക്കെ ആകരുത്, ഭായി ഗ്രീവ് ചെയ്യണം, വിഷമിക്കണം, അതിൽ എന്താ പറയണേ, ദുഃഖം ഉണ്ടാകണം. അപ്പോ സത്യത്തിൽ ഉമ്മ എന്റെ മനസ്സിൽ, ഉമ്മ ഇഞ്ചിഞ്ചായി മരിച്ചിട്ട് വർഷങ്ങളായി. അതായിരിക്കും ഇങ്ങനെയൊക്കെ അല്ലേ? എന്തായാലും ഉമ്മയുടെ ഉമ്മ ഉണ്ടല്ലോ, എൻ്റെ ആ സ്വന്തം പെറ്റുമ്മ, അവർ മരിച്ചപ്പോ ഞാൻ ഇതിലും കൂടുതൽ വിഷമിച്ചത് കരഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഞാൻ 7-ോ 8-ലോ ആണെന്ന് പഠിച്ചിരുന്നത്. പ്രിയപ്പെട്ട പെറ്റുമ്മ ഒരു നൊമ്പരമാണ്. അമ്മൂമ്മയാണ്, മുത്തശ്ശിയായിരിക്കും ഉദ്ദേശം. അതാണ് പെറ്റുമ്മ എന്ന് പറയുന്നത്. അപ്പൊ ആരിഫായി ഈ നിങ്ങളുടേതായ നിരീശ്വരവാദ ലൈനും യുക്തിവാദം, എസൻസ്, റാഷണലിസം, എത്തീസം, ഈ പാതയിലൊക്കെ പൊക്കോളൂ. പക്ഷേ ബന്ധങ്ങളെക്കാൾ വലുതല്ല നിലപാടും പ്രത്യയശാസ്ത്രവും അറിയണം. അതിനർത്ഥം നമ്മൾ നിലപാടിലോ പ്രത്യയശാസ്ത്രത്തിലോ വെള്ളം ചേർക്കണമെന്നല്ല. ബന്ധം വേറെ, നിലപാട് വേറെ. നമ്മുടെ നിലപാടും പ്രത്യയശാസ്ത്രം തന്നെ എല്ലാവർക്കും ഉണ്ടാവണം നിർബന്ധിക്കുന്നൊന്നും കാര്യമില്ല. എന്റെ മക്കൾ സൈഡിൽ നിന്ന് ബളം വെക്കുകയാണ്, നാളെ അവൾ കടന്നു വരുമ്പോൾ ചിലപ്പോൾ നിരീശ്വരവാദികളാവും, വിശ്വാസികളാവും, അപ്പൊ ഏതെങ്കിലും ഒക്കെ ആവും. പക്ഷെ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ അത് കാണണം. അപ്പൊ ഉമ്മ എന്തൊക്കെയോ പറഞ്ഞിരുന്നപ്പോ ആരിഫായിക്ക് വിഷമം തോന്നുന്നു എന്ന് പറഞ്ഞു. എന്റെ ഉമ്മ രോഗബാധിതയായപ്പോൾ ഞാൻ ആഘോഷിച്ചില്ല, പകരം വീട്ടാൻ ശ്രമിച്ചില്ല. ഒരു മകൻ എന്ന നിലയിലും മനുഷ്യൻ എന്ന നിലയിലും സഹായിക്കാൻ ശ്രമിച്ചു. ഈ മതിൽക്കെട്ടിൽ എവിടെയെങ്കിലും കുടുംബത്തിന് കുടുംബമായി പെരുമാറാൻ വിടവുണ്ടോ എന്ന് ഞാൻ നോക്കി. പക്ഷെ എനിക്ക് തിരിച്ചു കിട്ടിയ നിശബ്ദത മാത്രമാണ്. ആ വിഷമത്തിൽ പങ്കുചേരുന്നു. എന്തായാലും ഇപ്പോൾ ഉമ്മ പോയി, മരണവാർത്ത എനിക്കും കിട്ടി. പക്ഷെ ചടങ്ങുകൾക്ക് വേണ്ടി ഞാൻ വരുന്നില്ല എന്ന് അറിയിച്ചു. എന്തിനാ പോവാതിരിക്കുന്നേ? ആ ചടങ്ങിന് പങ്കെടുത്തു എന്ന് പറഞ്ഞ് നിങ്ങളുടെ നിരീശ്വരവാദമൊന്നും ഇല്ലാതാകുന്നില്ല. ആരിഫ് ഭായി അവിടുത്തെ ഏതെങ്കിലും മുസ്ലിം സഹോദരൻ ആ ചടങ്ങുകൾക്ക് വിളിച്ചുകൊണ്ട് പോകണം. ഉമ്മയുടെ അവസാന ചടങ്ങുകളും അവസാനമെങ്കിലും അത് കാണാൻ സാധിക്കണം. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനായിട്ടൊരു ട്രോമ അല്ലെങ്കിൽ വേദന നിൽക്കും. മറവി ബാധിച്ച ബാപ്പാനെ ഞാൻ സമയമെടുത്ത് ആശ്വസിപ്പിച്ചു കൊള്ളാം. എന്തായാലും വളരെ വിഷമമുണ്ട്. ഉമ്മ പണ്ട് പന്നിയിറച്ചി തിന്നുന്ന കാഫിറായ നജസായ ഞാൻ ഉമ്മയെ തൊടാൻ പാടില്ല എന്നല്ലേ പണ്ട് എന്നോട് പറഞ്ഞിരുന്നത്. അത് ആ സമയത്ത് എന്തെങ്കിലും ദേഷ്യത്തിന്റെ ഭാഗമായി പറഞ്ഞതായിരിക്കും. അന്നത്തെ കാലത്ത് വിഷമത്തിന്റെ പുറത്തു വല്ലതും പറഞ്ഞതായിരിക്കും. മരിച്ചു കിടക്കുന്ന ഉമ്മയെ കാണാൻ എനിക്ക് വയ്യ, അത്രയ്ക്ക് ധൈര്യമൊന്നും ഉമ്മ എനിക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് മാപ്പ് തരണം.
അവിടെയാണ് ആരിഫ് ഭായി പോകണം, ഉമ്മയെ കാണണം, അവസാനമായിട്ടെങ്കിലും കാണണം. ആരും ആരിഫ് ഭായിയെ കുറ്റം പറയാൻ പോകുന്നില്ല. ഉമ്മയും ആരിഫ് ഭായിയും രണ്ടുപേരും നിങ്ങളൊരു സമവായവും മറ്റും കണ്ടുപിടിക്കേണ്ടതായിരുന്നു. ഇനിയും രണ്ട് മുസ്ലിം സഹോദരന്മാരും ഇതൊരു എന്താ പറയുക വിഷയമാക്കി എടുക്കരുത്. ആരെങ്കിലും ഇദ്ദേഹത്തെ ഉണ്ടെങ്കിൽ ഒന്ന് പറ്റുമെങ്കിൽ പോവാൻ പറയണം. അത് ഭയങ്കര വിഷമമാണ്. എനിക്കറിയില്ല, ഞാൻ ശ്രീ ആരിഫിനെ എനിക്ക് വിളിക്കണമെന്നുണ്ട്, പിന്നെ പുള്ളിക്ക് മുമ്പ് എങ്ങനെയാണ് എന്നറിയില്ല. അപ്പൊ ഭയങ്കര വിഷമമുണ്ട്. എന്തായാലും ആരിഫിന്റെ വേദനയോടൊപ്പം തന്നെയാണ്, ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ ഈ മതഭ്രാന്ത് വിടണം. അത് ഇനിയും ഇസ്ലാമിസ്റ്റുകൾ ആരെങ്കിലും അവിടെ അപ്പുറത്ത് നിൽപ്പുണ്ടെങ്കിൽ അവരും വിടണം. ഈ സ്വന്തം യുക്തിവാദത്തിന് അതൊക്കെ ആയിക്കോട്ടെ, യുക്തിവാദവും നിരീശ്വരവാദവും ഒക്കെ ഓക്കെ, അവസാനമായിട്ട് ഉമ്മയെ കാണാൻ പോകണം, അല്ലാതെ ചെയ്യരുത്. അത് ഇനി എന്താ പറയുക, ദൈവത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരിഫ് ഭായിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ജീവിതകാലം മുഴുവൻ അത് മനസ്സിലൊരു ട്രോമയും വേദനയായി കിടക്കും. ഞാൻ എൻ്റെ മക്കൾ കളിക്കുന്നതിനിടയ്ക്കാവെന്ന് പറയുന്നത്, നാളെ എൻ്റെ മക്കൾ ഇപ്പം വേറൊരു വിശ്വാസത്തിൽ പോയി ഞാൻ ഇന്ന് പ്രതിദാനം ചെയ്യുന്ന ഒരു ലൈനിലല്ല. നാളെ ഞാൻ ഗാന്ധിയുടെ പാതയിലാണ്, അവർ നേതാജിയുടെ പാതയിലോ വേറെ ആരുടെങ്കിലും പാതയിലായിരിക്കും പോകുന്നത്, നെഹ്റുവിന്റെ പാതയിലോ വേറെ ആരുടെങ്കിലും പാതയിലായിരിക്കും പോകുന്നത്. ഗോഡ്സയുടെ പാതയിൽ പോകാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ വ്യത്യസ്ത ആശയധാരകൾ ഉണ്ടാകും. അതിനർത്ഥം കുടുംബ ബന്ധങ്ങളും രക്തബന്ധങ്ങളും ഇല്ലാതാകുന്നു എന്നുള്ളതല്ല. ഞങ്ങൾ ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം ശങ്കരാചാര്യരും അടക്കമുള്ളവർ, അതായത് എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിട്ടാണ് ശങ്കരാചാര്യര് സന്യാസത്തിന് പോകുന്നത്. പക്ഷെ അവസാന കാലത്ത് അമ്മയിലേക്ക് തിരിച്ചു വന്നു എന്ന്, അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വന്നു എന്നും അമ്മ ആഗ്രഹിച്ചപ്പോൾ അടുത്തു വന്നു എന്നൊക്കെയുണ്ട്. വിശ്വാസം, പ്രത്യയശാസ്ത്രം, നിലപാട് ഇതൊക്കെ പ്രധാനമാണ്. പക്ഷെ രക്തബന്ധങ്ങളും അല്ലാത്തതല്ല. ഉമ്മയുടെ കാലിന് അല്ലെങ്കിൽ അമ്മയുടെ പാദത്തിന് താഴെയാണ്, കാലിന്റെ കീഴെയാണ്, അടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിക്കുന്നതാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിനോട് നിങ്ങൾക്ക് വിരോധം ഉണ്ടായിക്കോട്ടെ, മതവിശ്വാസങ്ങളെല്ലാം മോശമാണെന്ന് പറഞ്ഞോട്ടെ, പക്ഷേ ഉമ്മയോടും ഉപ്പയോടും കുടുംബത്തോടുള്ള ബന്ധം സൂക്ഷിക്കണം. അങ്ങ് മരണാനന്തര ചടങ്ങുകൾക്ക് പോകണം എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു.